നമസ്കാരം. പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തിരൂർ നഗരസഭ കമ്മ്യൂണിറ്റി പാർക്ക് നടത്തിപ്പ് കരാറിനെതിരെ നഗരസഭ ഉന്നയിച്ച വാദങ്ങൾക്ക് മറുപടിയുമായി നിള ഹോളിഡേയ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഇന്ന് ഡോക്ടർമാരുടെ ദേശീയ പണിമുടക്ക്. താനൂർ നഗരസഭയും കൃഷിഭവനും സംയുക്തമായി കർഷക ദിനാഘോഷം സംഘടിപ്പിച്ചു. നെടിയോടത്ത് കുടുംബസംഗമം ഓഗസ്റ്റ് 20 ചൊവ്വാഴ്ച. മരം മുറിക്കുന്നതിനിടെ മരം പൊട്ടി കിണറ്റിൽ വീണ് മരം വെട്ട് തൊഴിലാളി മരണപ്പെട്ടു. KSTA തിരൂർ വിദ്യാഭ്യാസ ജില്ലാ ഓഫീസിലേക്ക് അധ്യാപകരുടെ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകൾ. തിരൂർ നഗരസഭ കമ്മ്യൂണിറ്റി പാർക്ക് നടത്തിപ്പ് കരാറിനെതിരെ നഗരസഭ ഉന്നയിച്ച വാദങ്ങൾക്ക് മറുപടിയുമായി നിള ഹോളിഡേയ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. കരാർ പ്രകാരം പാർക്കിലേക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കേണ്ടത് നഗരസഭയാണ്. നഗരസഭയുടെ ഭാഗത്തു നിന്ന് അനുകൂല നടപടിയില്ലാതെ വന്നതും പാർക്ക് അടച്ചുപൂട്ടുമെന്ന സെക്രട്ടറിയുടെ കത്ത് കിട്ടിയതിനാലുമാണ് ഹൈക്കോടതിയെ സമീപിക്കേണ്ടി വന്നതെന്ന് നിള ഹോളിഡേയ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ചെയർമാൻ MM കബീർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 2022 സെപ്റ്റംബർ 1 കരാറിലേർപ്പെടുമ്പോൾ പാർക്ക് പ്രവർത്തനക്ഷമമാക്കുന്നതിനായി 5 മാസമാണ് അനുവദിച്ചത്. ഉദ്ഘാടനം ചെയ്യുന്നതിനു മുമ്പ് കെട്ടിടങ്ങൾക്ക് നമ്പർ നൽകുന്നതിനും ലൈസൻസ് അനുവദിക്കുന്നതിനും പാർക്കിംഗ് ഏരിയ മാർക്ക് ചെയ്ത് നൽകുന്നതുമായ കാര്യങ്ങളാണ് പ്രധാനമായും കരാറിൽ ആവശ്യപ്പെട്ടിരുന്നതായി നിള ഹോളിഡേയ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ചെയർമാൻ MM കബീർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തിരൂർ മുനിസിപ്പാലിറ്റി കമ്മ്യൂണിറ്റി പാർക്ക്, നേരത്തെ നിങ്ങളെല്ലാം എനിക്കൊന്ന് വാർത്തയിൽ പിന്നെ പാർക്കിന്റെ പേര് തെറ്റായിട്ടാണ് കൊടുത്തത്. വീണ്ടും ചിൽഡ്രൻസ് പാർക്ക് എന്നാണ് നിങ്ങൾ എല്ലാവരും കൊടുത്തിരുന്നത്. ദയവ് ചെയ്തിട്ട് നേരത്തെയുള്ള ചിൽഡ്രൻസ് പാർക്ക് മുനിസിപ്പൽ കൗൺസിൽ തീരുമാനപ്രകാരം ഇപ്പം അത് തിരൂർ മുനിസിപ്പൽ കമ്മ്യൂണിറ്റി പാർക്കാണ്, നോട്ട് ചിൽഡ്രൻസ് പാർക്ക്. അപ്പം റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആ കറക്റ്റ് പേരിന് ഉൾപ്പെടുത്തുന്നത് പൊതുജനങ്ങൾ കൺഫ്യൂഷനിലായിരിക്കാൻ നന്നായിരിക്കുന്നു തോന്നുന്നു. തിരൂർ മുനിസിപ്പാലിറ്റി കമ്മ്യൂണിറ്റി പാർക്കിന് തിരൂർ നഗരസഭാ സെക്രട്ടറിയും നിള ഹോളിഡേയ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് MPയും ഒപ്പുവെച്ച കരാറിന് വിരുദ്ധമായ വാദമുഖങ്ങളാണ് സെക്രട്ടറിയും നഗരസഭയും മാധ്യമങ്ങൾക്ക് മുഖേന പുറത്തുവിട്ടിട്ടുള്ളത്. ഇതിന്റെ കരാർ പ്രകാരമുള്ള സത്യാവസ്ഥ പൊതുജനത്തെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത്. സെപ്റ്റംബർ 1, 2022 മുനിസിപ്പാലിറ്റിയും നിള ഹോളിഡേയ്സുമായി വെച്ച കരാർ പാർക്കിലേക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി നൽകേണ്ടത് നഗരസഭയുടെ ഉത്തരവാദിത്തമാണ്. 1/9/2022 കരാറിൽ ഏർപ്പെടുമ്പോൾ പാർക്ക് പ്രവർത്തനക്ഷമമാക്കുന്നതിന് 5 മാസം അനുവദിച്ചിട്ടുള്ളതാണ്. 26/1/2023 പാർക്ക് ഉദ്ഘാടനം ചെയ്യുന്നതിന് മുൻപ് കെട്ടിടങ്ങൾക്ക് നമ്പർ നൽകുന്നതിനും ലൈസൻസ് അനുവദിക്കുന്നതിനും കുടിവെള്ളം പൈപ്പ് കണക്ഷൻ അനുവദിക്കുന്നതിനും പാർക്കിംഗ് ഏരിയ മാർക്ക് ചെയ്ത് നൽകുന്നതിനുമാണ് പ്രധാനമായും ആവശ്യപ്പെട്ടിരുന്നത്. കൂടാതെ പാർക്ക് പ്രവർത്തിക്കാത്ത 1/9/2022 മുതൽ ഉദ്ഘാടനം ചെയ്യുന്നത് വരെയുള്ള 5 മാസത്തെ ഫീസ് ഇളവ് ചെയ്ത് നൽകുന്നതിന് കത്ത് നൽകിയിരുന്നു. 26/1/2023 പാർക്ക് ഉദ്ഘാടനം കഴിഞ്ഞ് പലതവണ അപേക്ഷകൾ സമർപ്പിച്ചിട്ടും 1 വർഷം കഴിഞ്ഞിട്ടും നഗരസഭയുടെ ഭാഗത്തു നിന്ന് യാതൊരുവിധ പ്രവർത്തനവും
പ്രതികരണവും കാണാതിരുന്നതിനാലും പാർക്ക് അടച്ചുപൂട്ടുമെന്ന സെക്രട്ടറിയുടെ തുടരെയുള്ള കത്ത്, ഏകദേശം 3ഓളം കത്തുകളാണ് കമ്പനി സ്വീകരിച്ചത്. കൈപ്പറ്റിയെന്നാലാണ് നില ഹോളിഡേയ്സ് 26/3/2024 ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കേണ്ടി വന്നത്. ഈ അടിസ്ഥാന സൗകര്യങ്ങൾ അനുവദിക്കാതിരുന്നതിനാൽ പാർക്ക് പൂർണ്ണ സജ്ജമായി പ്രവർത്തിക്കാൻ കഴിയാതെ വരികയും കമ്പനിക്ക് വൻ സാമ്പത്തിക ബാധ്യത വരികയും ചെയ്തു. കാരണം ഞങ്ങൾ ടാങ്കറിലായിരുന്നു വെള്ളം അടിച്ചു കൊണ്ടിരുന്നത്. കാരണം നിങ്ങൾക്കറിയാം, അവിടെ നമ്മുടെ മ്യൂസിക് ഫൗണ്ടൻ എല്ലാം യഥേഷ്ടം വെള്ളം വേണം. പിന്നെ ബാത്റൂമിന്റെ ഹൈജീനിക് ഒക്കെ നിങ്ങൾ കണ്ടാണല്ലോ. ഓരോ 3 മണിക്കൂർ കൂടുമ്പോഴും വാഷ്റൂം എല്ലാം ക്ലീൻ ചെയ്യാനും അതേപോലെ ഇതെല്ലാം. തുടർന്ന് 26/3/2024 ബിൽഡിംഗ് നമ്പറും ലൈസൻസും കുടിവെള്ള കണക്ഷനും അനുവദിക്കുന്നതിന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവിട്ടു. തുടർന്ന് 8/4/2024 വാട്ടർ കണക്ഷൻ മാത്രം നൽകി. ബിൽഡിംഗ് നമ്പറോ ലൈസൻസോ അനുവദിക്കാതെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധിയെ ഈ ബഹുമാനപ്പെട്ട നമ്മുടെ സെക്രട്ടറി അവഗണിച്ചു. അതിനുവേണ്ടി വീണ്ടും 11/4/2024 കമ്പനി വീണ്ടും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുകയും 10 ദിവസത്തിനുള്ളിൽ മേൽ കാര്യങ്ങൾ അനുവദിക്കുന്നതിന് ഹൈക്കോടതി നഗരസഭയോട് ഉത്തരവിട്ടു. എന്നാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധിയെ പൂർണ്ണമായും ധിക്കരിച്ച് 1.5 മാസം പിന്നിട്ട ശേഷമാണ് 28/6/2025 മാത്രമാണ് താത്കാലിക കണക്ഷൻ അനുവദിച്ചത്. പ്രസ്തുത കരാറിൽ ഏതെങ്കിലും തരത്തിലുള്ള തർക്കവും ഇരു കക്ഷിയും തമ്മിലുണ്ടായാൽ 1996 ആർബിട്രേഷൻ ആൻഡ് കൗൺസിലേഷൻ ആക്ട് പ്രകാരം പരിഹരിക്കണമെന്ന് കരാറിൽ പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സെക്രട്ടറിക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ അവരിത് വായിച്ചിട്ടില്ല, അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്, ഇവര് വേണ്ടത്ര ഇതിനെ ഈ ഒരു എഗ്രിമെന്റിനെ ഗൗനിക്കുന്നില്ല. അതാണ് അതിനുള്ള പ്രധാന കാരണം. ഇതിനകത്ത് എഗ്രിമെന്റില് 6ാമത്തെ ക്ലോസിൽ പറയുന്നുണ്ട്, ദ പാസ് ഓർ ടിക്കറ്റ് സോൾഡ് ഓർ ഇഷ്യൂഡ് ബൈ ദ ലൈസൻസി or entry to the scheduled permit shall be with the seal of the municipality or licensee. The licensee shall submit the advance ticket duly printed for the seal of the municipality at his own risk at any cost. അതായത് ആ സീല് മുനിസിപ്പാലിറ്റിക്കോ അല്ലെങ്കിൽ ലീസിനോ സീൽ ചെയ്താൽ മതി. ഇൻ കേസ് മുനിസിപ്പാലിറ്റി നിന്നാണ് നമ്മൾ സീൽ വെക്കുന്നതെങ്കിലോ നമ്മൾ ടിക്കറ്റ് ഉണ്ടാക്കിയിട്ട് മുനിസിപ്പാലിറ്റിയിൽ കൊണ്ടേ കൊടുക്കണം. അതിനുള്ള പ്രിന്റ് ചെയ്യാനുള്ള കോസ്റ്റ് മുനിസിപ്പാലിറ്റി ഇറക്കില്ല എന്നിതാ നിങ്ങൾക്ക് പരിശോധിക്കാം. 6ാമത്തെ ക്ലോസിൽ എഗ്രിമെന്റിൽ പറയുന്നത്. Then why should we go there? പേഴ്സണൽ ജോസ് ഇന്നിപ്പോ നിങ്ങളൊക്കെ ഒരുപാട് അഡ്വാൻസ് ലോകത്ത് ഏത് മൾട്ടിപ്ലക്സിലാണ് മുനിസിപ്പാലിറ്റി സീലുള്ളത്? അല്ല, ഇലക്ട്രോണിക് ടിക്കറ്റ് അല്ലേ? ഈവൻ KSRTC ബസ്സിൽ പണ്ടത്തെ സീൽ വെക്കുന്നുണ്ട് ആരെങ്കിലും? ഇലക്ട്രോണിക് ടിക്കറ്റ് അല്ലേ? കാലം മാറി എടുത്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ ആവശ്യമില്ല, വേണ്ട. അതെ, ഒന്നുകിൽ അവർക്ക് വിവരമില്ല. ഇതിനെ കുറിച്ചൊരു ഐ എം സോറി ടു സേ, ഡോണ്ട് ഫീൽ ബാഡ്, ഐ എം നോട്ട് ബ്ലെയിമിങ് എനിബഡി ഇൻഡിവിജ്വലി. ഒരു കരാർ ഉണ്ടാക്കിയാൽ അതിനെ റെസ്പെക്ട് ചെയ്യണം. ദാറ്റ് ഇസ് ലോ ആൻഡ് ഓർഡർ. ഷീ ഈസ് നോട്ട് സിറ്റിംഗ് പേഴ്സണലി ഫോർ ഹെർ പേഴ്സണൽ പർപ്പസ്. അവർ അവിടെ ഇരിക്കുന്നത് അവരുടെ സ്വകാര്യ കാര്യം നോക്കാനല്ല. അവരെ പോലെ തന്നെ വിവരവും വിദ്യാഭ്യാസവും ഉള്ള ഒരു സെക്രട്ടറി വെച്ച എഗ്രിമെന്റ് ആണിത്. ഷീ ഷുഡ് ഫോളോ ദിസ് വൺ. എഗ്രിമെന്റിനെ റെസ്പെക്ട് ചെയ്യണം. ദിസ് ഇസ് പബ്ലിക് ഇൻട്രസ്റ്റ്, നോട്ട് പേഴ്സണൽ നില ഹോളിഡേയ്സ്. നിങ്ങൾക്ക് അറിയാലോ, ഇന്ന് കേരളത്തിൽ എവിടെയും വാങ്ങിക്കൂല ഇത്രയും നല്ലൊരു പെർമിറ്റിൽ 20 rupees. ഞങ്ങളോട് അന്ന് ഇത് കണ്ടതിന് ശേഷം മുനിസിപ്പാലിറ്റി സ്വകാര്യമായിട്ട് ചോദിച്ചാണ്, എങ്ങനെ നിങ്ങൾക്ക് 20 രൂപയ്ക്ക് ഇത് മുതലാവുക? 4 മാസയുടെ ഓഫ് സീസണാണ്. നിങ്ങളെന്നൊന്ന് പോയി നോക്കൂ. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ആൻഡ് ദ റംസാൻ മന്ത് ഞങ്ങളുടെ കയ്യിൽ നിന്നാണ് ഏകദേശം 22ഓളം സ്റ്റാഫിന് 2.5 ലക്ഷം രൂപ ഞങ്ങൾ കയ്യിൽ നിന്ന് കൊടുക്കുന്നത്. അതും മുനിസിപ്പാലിറ്റി അവിടുന്ന് ഒഴിവാക്കിയ സ്റ്റാഫിന് ഞങ്ങളോട് ചെയർപേഴ്സൺ പേഴ്സണലി എന്നെ വിളിച്ച് പറഞ്ഞ്, മാഷിനെ വിളിച്ച് പറഞ്ഞ്, കുറച്ച് സ്റ്റാഫിനെ അവിടുന്ന് ഒഴിവാക്കിയിട്ടുണ്ട്, ആ ക്ലീനിങ് സ്റ്റാഫിനെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ? എൻ്റെ സ്റ്റാഫിനെ ഞങ്ങൾ എടുത്തു, ഒരാളെ പോലും ഒഴിവാക്കിയില്ല. നിങ്ങൾ പോയി ചോദിച്ചു നോക്കൂ. അപ്പൊ ഞങ്ങൾ എത്രമാത്രം മുനിസിപ്പാലിറ്റി സഹായിക്കുന്നുണ്ട്. അപ്പൊ സത്യം പറഞ്ഞാൽ ദേ ആർ നോട്ട് എഗെയിൻസ്റ്റ് ടു അസ്. അവര് സത്യം പറഞ്ഞാൽ പബ്ലിക്കിനെതിരാണ്, തിരൂര് നിവാസികൾക്കെതിരാണ് ഈ കൗൺസിലും അതേപോലെ തന്നെ സെക്രട്ടറി. അല്ലെങ്കിൽ എന്താ വേണ്ടത്? ഈ ഭരണപക്ഷമാവട്ടെ പ്രതിപക്ഷമാവട്ടെ ഇത്തരം ഒരു പാർക്കിന്, ഒരു കമ്പനി, അതും വളരെ നോമിനൽ
രൂപ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കില്ല വേണ്ടത്. ഈവൻ ഞങ്ങൾ ഞങ്ങൾ 100% സത്യസന്ധത ഒന്നും പറയുന്നില്ല. എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കണ്ടാൽ അത് ചൂണ്ടിക്കാണിക്കാം. വി ആർ റെഡി ടു. ഞങ്ങൾ ഒരിക്കലും മുനിസിപ്പാലിറ്റി അല്ലാതെ ഒരു ഫൈറ്റിന് പോയിട്ടില്ല. ഞങ്ങൾ ഇപ്പോഴും ഫൈറ്റിനില്ല. ഞങ്ങളുടെ ഇനിയിപ്പോ ലാസ്റ്റ് ഒരു പോയിന്റ് കൂടെ ബാലൻസ് ഉണ്ട്. ആ പാർക്കിംഗ് ഏരിയ ഞങ്ങൾക്ക് എന്ത് ചെയ്തു തരാം. അതോടുകൂടെ ഞങ്ങളുടെ പ്രശ്നം സോൾവ് ആയി. പിന്നെ ദർ ഇസ് നോ ഫൈറ്റ്. ഞങ്ങൾ ഞങ്ങളുടെ പേയ്മെന്റ് അടക്കും. വളരെ സുഖകരമായിട്ട് തന്നെ പാർക്ക് നടത്തും. ഒരു വിഷയമില്ല. ഒറ്റ കാര്യം കൂടെ, 2 കാര്യമാണ് അവർ ചെയ്തു തരാനുള്ളത്. നിങ്ങൾ തന്നെ കണ്ടാൽ പറയും, ആ നമ്മുടെ പാർക്കിങ്ങിന്റെ മുന്നിൽ തന്നെ ഒരു അനധികൃത കച്ചവടക്കാരനെ കുടിയിരുത്തിയിട്ടുണ്ട്. അതിനെ മാറ്റി തരിക. കൂടാതെ എന്ത് ചെയ്യുക, ഞങ്ങൾക്ക് ആ പാർക്കിന്റെ പെർമിഷൻ ഉണ്ടല്ലോ, അത് ഇതുവരെ അളന്നു തന്നിട്ടില്ല. ഫസ്റ്റിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആക്ച്വലി ഞാനതാ പറയുന്നത്. നമുക്ക് സത്യം പറഞ്ഞ സങ്കടം തോന്നി മുനിസിപ്പാലിറ്റിന്റെ കൗൺസിലർ, അതുപോലെ തന്നെ ഈ സെക്രട്ടറിന്റെ ഒക്കെ എന്താ പറയാ പെരുമാറ്റങ്ങളും പബ്ലിക്കിനോട് അഡ്രസ് ചെയ്യുന്നത്. അല്ല, അത് മാത്രമല്ല, ഞാൻ എന്താ പറയുന്നത്, അതിന് അപ്പീൽ കൊടുക്കാൻ ഞങ്ങൾ എന്തിനാ പോയത്? ഞങ്ങൾ മുനിസിപ്പാലിറ്റിക്ക് എങ്ങനെ പോയിട്ടില്ലല്ലോ. Then why should they go for appeal? What is the reason? There is no any reason. അതെ, നോ, ഞങ്ങൾക്ക് അതിന് ഒരു താല്പര്യമില്ല. മുനിസിപ്പാലിറ്റിക്കെതിരെ നഷ്ടപരിഹാരത്തിന് കേസ് കൊടുക്കാനോ, ആക്ച്വലി ദ മണി ഞങ്ങൾ നഷ്ടപരിഹാരത്തിന് കൊടുത്താൽ പോലും അത് തരുന്നത് സെക്രട്ടറിന്റെ പോക്കറ്റിൽ നിന്നല്ല, ഇവിടുത്തെ കൗൺസിലിന്റെ പോക്കറ്റിൽ നിന്നല്ല, പബ്ലിക് മണിയാണ്. വി ഡോണ്ട് വാണ്ട് എനി പബ്ലിക് മണി. അതേ സമയത്ത് ഇന്ന് കൗൺസിലും അതേപോലെ തന്നെ സെക്രട്ടറിയും ഈ ലക്ഷങ്ങൾ കൊടുക്കുന്ന, ഹൈക്കോടതിയിൽ കൊടുക്കുന്ന വക്കീലിന് അവരെ പോക്കറ്റിൽ നിന്നുള്ള ക്യാഷാണോ? ഈ പാവപ്പെട്ടവന്റെ നികുതി പണവും അതേപോലെ വാടക തിരിച്ച ക്യാഷും അല്ല അവർ കൊടുക്കുന്നത്. ഇറ്റ് ഇസ് റിയലി റോങ്. അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? എന്തുകൊണ്ട്? ഒരു ടേബിളിന്റെ മുന്നിൽ അപ്പുറം ഇപ്പുറം തീരാവുന്ന ഒരു പ്രശ്നങ്ങളേ ഉള്ളൂ. എന്തിനാ പേഴ്സണൽ എഡ്ജ് എന്ന് പറഞ്ഞത്? നിങ്ങൾക്കൊക്കെ പേഴ്സണലായിട്ട് ഞങ്ങൾ എല്ലാവരും അറിയാവുന്നതാണ്. ഞങ്ങൾ കഴിഞ്ഞ 14 വർഷമായിട്ട് ടൂറിസം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഇന്നേ വരെ 14 വർഷമായിട്ട് ഞങ്ങൾക്കെതിരെ ഒരു കേസ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നോ പബ്ലിക്കിന്റെ ഭാഗത്തുനിന്നോ ഒരു ബാങ്ക് റെക്കോർഡോ അല്ല. ഞങ്ങൾ മനസ്സിലായില്ലേ, DTPCന്റെ സുപ്രീംകോടതി പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി പ്രോജക്റ്റുകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും അതാ മുനിസിപ്പാലിറ്റിന്റെ കടത്ത് ഞങ്ങളാ ചെയ്യുന്നത്. ഇപ്പോൾ താനൂർ ബോട്ടാപടം ഉണ്ടായപ്പോഴും വളരെ കോപ്പറേറ്റ് ഇല്ല മുനിസിപ്പാലിറ്റിയും ഞങ്ങളും സംസ്ഥാന ഗവൺമെന്റും പിന്നെ ഭരിക്കുന്ന പാർട്ടിയും പ്രതിപക്ഷവും MLAയും നമ്മുടെ മിനിസ്റ്റർ അത്രയും വളരെ കോപ്പറേറ്റീവ് ആയിരുന്നല്ലോ. ഞങ്ങൾ ഇപ്പോഴും നടത്തുന്നുണ്ട്. അത് നോമിനൽ ചാർജ് എത്ര വാങ്ങിയിട്ട് 15 രൂപ, 20 രൂപ. പാർക്ക് ഉദ്ഘാടനം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞിട്ടും നഗരസഭയുടെ ഭാഗത്ത് നിന്ന് അനുകൂല നടപടി ഉണ്ടായിട്ടില്ല. അടിസ്ഥാന സൗകര്യങ്ങൾ അനുവദിക്കാതിരുന്നാൽ പാർക്ക് പൂർണ്ണ സജ്ജമായി പ്രവർത്തിപ്പിക്കാൻ കഴിയാതെ വന്നത് കമ്പനിക്ക് വൻ സാമ്പത്തിക ബാധ്യതയുണ്ടാക്കിയതായും ചെയർമാൻ പറഞ്ഞു. 10 ദിവസത്തിനുള്ളിൽ ലൈസൻസ് അനുവദിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിട്ടും ഉത്തരവ് ലഭിച്ച് 1.5 മാസം പിന്നിട്ടിട്ടാണ് താൽക്കാലിക ലൈസൻസ് ലഭിച്ചതെന്നും ചെയർമാൻ PP കബീർ പറഞ്ഞു. എക്സിക്യൂട്ടീവ് ഡയറക്ടർ KP അബ്ദുൽ ഖാദർ, മാനേജിംഗ് ഡയറക്ടർ VP ഷറഫുദ്ദീൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. വെട്ട ന്യൂസ്, തിരൂർ. കൊൽക്കത്തയിൽ ആർജിക്കർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധിച്ച് ഇന്ന് ഡോക്ടർമാരുടെ രാജ്യവ്യാപക സമരം. രാവിലെ 6 മുതൽ 24 മണിക്കൂർ അടിയന്തര മെഡിക്കൽ സേവനങ്ങൾ നിർത്തിവെക്കുമെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ IMA പ്രഖ്യാപിച്ചു. ഡോക്ടർമാർ OP വിഭാഗം ബഹിഷ്കരിക്കും. എന്നാൽ അത്യാഹിത വിഭാഗവും അടിയന്തര ശസ്ത്രക്രിയകളും ഉൾപ്പെടെയുള്ള സേവനങ്ങൾ സാധാരണ നിലയിൽ പ്രവർത്തിക്കും. റെസിഡൻസ് ഡോക്ടേഴ്സ് അസോസിയേഷൻ, ഫെഡറേഷൻ ഓഫ് റെസിഡൻസ് ഡോക്ടേഴ്സ് അസോസിയേഷൻ എന്നിവയുൾപ്പെടെ രാജ്യത്തുടനീളമുള്ള വിവിധ മെഡിക്കൽ അസോസിയേഷനുകളിൽ നിന്നും സംഘടനകളിൽ നിന്നും IMAക്ക് പിന്തുണയുണ്ട്. സംസ്ഥാനത്തെ ഡോക്ടർമാരുടെയും മെഡിക്കൽ സ്റ്റാഫുകളുടെയും സുരക്ഷ ഉറപ്പാക്കാൻ പശ്ചിമബംഗാൾ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് IMA ആവശ്യപ്പെട്ടിരുന്നു. വെട്ട ന്യൂസ്, തിരൂർ. താനൂർ നഗരസഭയും കൃഷിഭവനും സംയുക്തമായി കർഷക ദിനാഘോഷം സംഘടിപ്പിച്ചു. നഗരസഭാ ഹാളിൽ നടന്ന ചടങ്ങ് നഗരസഭാ ചെയർമാൻ റഷീദ് മോര്യ ഉദ്ഘാടനം നിർവഹിച്ചു. കർഷക ദിനാഘോഷത്തിന്റെ ഭാഗമായി താനൂർ നഗരസഭ കർഷകരെ ആദരിച്ചു. നഗരസഭാ ചെയർമാൻ റഷീദ് മോര്യ ഉദ്ഘാടനം നിർവഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CKM ബഷീർ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ CK സുബൈദ മുഖ്യപ്രഭാഷണം നടത്തി. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP അലി അക്ബർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PP മുസ്തഫ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാധിക ശശികുമാർ, മുൻ നഗരസഭാ ചെയർമാൻ PP ഷംസുദ്ദീൻ, കൌൺസിലർമാരായ AK സുബൈർ,
ജയപ്രകാശ് മൂത്തേടത്ത്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധീകരിച്ച് VP ശശികുമാർ, AP സുബ്രഹ്മണ്യൻ, ഹംസു മേപ്പുറത്ത്, പ്രിയേഷ് കാർക്കോളി, അമീർ എ, പാടശേഖര സമിതി സെക്രട്ടറി KV രവീന്ദ്രൻ, CDS ചെയർപേഴ്സൺ ഫാത്തിമ സുഹ്റ, K റഹീന എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു. കൃഷി ഓഫീസർ K ദിവ്യ സ്വാഗതവും കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ M ദിനു നന്ദിയും പറഞ്ഞു. ജൈവ കർഷക ഷീബ മനോഹരൻ, കർഷക തൊഴിലാളി മുസ്തഫ മുള്ളമടക്കൻ, വിദ്യാർത്ഥി കർഷകൻ മുഹമ്മദ് അജ്മൽ, SC കർഷകൻ പുന്നത്തോട്ടത്ത് വേലായുധൻ, വനിതാ കർഷക പ്രസന്ന മൂത്തടത്ത്, മുതിർന്ന കർഷകൻ അബ്ദുൽ ഖാദർ ഉസ്നാലി വീട്ടിൽ എന്നിവരെയാണ് ചടങ്ങിൽ ആദരിച്ചത്. വെട്ടന്യൂസ് താനൂർ. കേരളത്തിനകത്തും പുറത്തും പരന്നുകിടക്കുന്ന പ്രാചീന കുടുംബങ്ങളിലൊന്നായ നെടിയോടത്ത് കുടുംബ കൂട്ടായ്മയുടെ സ്നേഹസംഗമം ഓഗസ്റ്റ് 20 ചൊവ്വാഴ്ച സംഘടിപ്പിക്കും. പുല്ലൂരാൽ നെടിയോടത്ത് കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിക്കുന്ന സംഗമം മന്ത്രി V അബ്ദുറഹ്മാൻ ഉദ്ഘാടനം നിർവഹിക്കും. നെടിയോടത്ത് കുടുംബാംഗങ്ങളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാനും കുടുംബങ്ങൾക്കിടയിലും സമൂഹത്തിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സന്നദ്ധ പ്രവർത്തനങ്ങളും അടക്കം ലക്ഷ്യമിട്ടുകൊണ്ടാണ് നെടിയോടത്ത് കുടുംബസംഗമം സംഘടിപ്പിക്കുന്നത്. ആഗസ്റ്റ് 20 ചൊവ്വാഴ്ച ഞങ്ങളുടെ തന്നെ ഒരു കുടുംബത്തിലുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ച് നെടിയോടത്ത് ഓഡിറ്റോറിയം കൺവെൻഷൻ സെന്റർ പുല്ലൂരാൻ അവിടെ വെച്ച് ബൃഹത്തായ ഒരു കൺവെൻഷൻ സംഗമം നടത്താൻ തീരുമാനിക്കുക. അതിലൊരുപാട് സാധാരണ കുടുംബ കൂട്ടായ്മ സംഗമം നടത്തുന്നതിന്റെ വിപുലമായി ഞങ്ങൾ മെഡിക്കൽ ക്യാമ്പ് തന്നെ ഒരു 5-10 വീതം മെഡിക്കൽ ക്യാമ്പുകളുണ്ട്. പ്രായം ചെന്ന ആൾക്കാർക്കുള്ള ചികിത്സ, പിന്നെ കുട്ടികൾക്കുള്ള, സ്ത്രീകൾക്കുള്ള. ഓഗസ്റ്റ് 20 ചൊവ്വാഴ്ച പുല്ലൂരാൽ നെടിയോടത്ത് കൺവെൻഷൻ സെന്ററിൽ രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെയാണ് സംഗമം സംഘടിപ്പിക്കുന്നത്. സംഗമം മന്ത്രി V അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും. അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ MLA മുഖ്യാതിഥിയാവും. കോയക്കുട്ടി ഹാജി വാണിയന്നൂർ അധ്യക്ഷത വഹിക്കും. പ്രസിഡന്റ് കോയക്കുട്ടി ഹാജി വാണിയന്നൂർ, ജനറൽ സെക്രട്ടറി അഷ്റഫ് ഹാജി പുറത്തൂർ, ട്രഷറർ മരക്കാർ ഹാജി തലക്കെടുത്തൂർ, വൈസ് പ്രസിഡന്റ് ബാവ ഹാജി പുറത്തൂർ, ജോയിന്റ് സെക്രട്ടറി ഹുസൈൻ തലക്കെടുത്തൂർ, ജോയിന്റ് സെക്രട്ടറി സുനീർ വാണിയന്നൂർ, റിലീഫ് കമ്മിറ്റി ചെയർമാൻ ഹംസകുട്ടി ഹാജി വാണിയന്നൂർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. വെട്ടന്യൂസ് തിരൂർ. മരം മുറിക്കുന്നതിനിടെ മരം പൊട്ടി കിണറ്റിൽ വീണ് മരം വെട്ട് തൊഴിലാളി മരണപ്പെട്ടു. വളവന്നൂർ കന്മനം അമ്പലപ്പറ ചെറുവാര അബ്ദുൽ അസീസാണ് മരണപ്പെട്ടത്. വെള്ളിയാഴ്ച വൈകിട്ട് 5:30 അപകടം നടന്നത്. മരം മുറിക്കുന്നതിനിടെ മരക്കൊമ്പ് പൊട്ടി കിണറ്റിൽ വീഴുകയായിരുന്നു. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് തിരൂർ ഫയർഫോഴ്സ് സ്റ്റേഷൻ ഓഫീസർ VK ബിജുവിന്റെ നേതൃത്വത്തിലുള്ള സേന സംഭവസ്ഥലത്തെത്തുകയും സീനിയർ ഫയർ ഓഫീസർ MB ഷിബി സ്കൂബ സെറ്റ് ധരിച്ച് 6 മീറ്ററിലധികം വെള്ളമുണ്ടായിരുന്ന കിണറ്റിന്റെ അടിഭാഗത്ത് നിന്ന് ആളെ പൊക്കിയെടുത്ത് പുറത്തെത്തിക്കുകയും ഉടൻ തന്നെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയും ചെയ്തു. എന്നാൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു. മൃതദേഹം തിരൂർ ജില്ലാശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. വെട്ടം ന്യൂസ് തിരൂർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSTM മലപ്പുറം ജില്ലാ കമ്മിറ്റി അധ്യാപകരുടെ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. CITU ജില്ലാ ജനറൽ സെക്രട്ടറി VP സക്കറിയ ധർണ ഉദ്ഘാടനം ചെയ്തു. ദേശീയ വിദ്യാഭ്യാസ നയം പിൻവലിക്കുക, പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഉപേക്ഷിക്കുക, ക്ഷാമബത്ത ശമ്പള പരിഷ്കരണ കുടിശ്ശികകൾ അനുവദിക്കുക, വിദ്യാഭ്യാസ കലണ്ടർ ശാസ്ത്രീയമായി പരിഷ്കരിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി KSTM മലപ്പുറം ജില്ലാ കമ്മിറ്റി അധ്യാപകരുടെ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. വിദ്യാഭ്യാസം ഒന്നിക്കുന്ന വിദ്യാഭ്യാസ മേഖലയിൽ ഏകീകരണം ഫലമായി CITU ജില്ലാ ജനറൽ സെക്രട്ടറി VP സക്കറിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. ഏറ്റവും വലിയ സംഭാവന നൽകിയ സംഘടനയാണ് KSTM. ഏറ്റവും വലിയ സംഘടിത പ്രസ്ഥാനമാണ്, ഏറ്റവും ശക്തിയായ അധ്യാപക പ്രസ്ഥാനം. കേരളത്തിലെ വിദ്യാഭ്യാസത്തിന്റെ മാറ്റത്തിൽ വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളതും ഇപ്പോൾ വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിലുള്ള സാഹചര്യത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്താൻ സമരം ചെയ്യേണ്ടതും വളരെ അനിവാര്യമാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കാൻ. നിങ്ങൾക്കറിയാം, കേരളം ഒരു വേറിട്ട സംസ്ഥാനമാണ്. എന്നാൽ ഇന്ത്യ രാജ്യത്തെ ഗവൺമെന്റ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ രംഗത്തും മാറ്റങ്ങൾ പോകും. ദേശീയ വിദ്യാഭ്യാസ നയം 2020 പ്രഖ്യാപിച്ചു.
ദേശീയ വിദ്യാഭ്യാസ നയം 2020 പ്രഖ്യാപിച്ചുകൊണ്ട് പറഞ്ഞതാണ് ഇന്ത്യ രാജ്യത്ത് നടപ്പാക്കുന്നത് ബ്രിട്ടീഷുകാരന്റെ കാലത്തെ നിയമമാണ്, അത് മാറ്റണം. കേട്ടാ വളരെ ഭംഗിയായിട്ടാണ് അല്ലേ? KSTA സംസ്ഥാന ട്രഷറർ TKA ഷാഫി ധർണ ഡിമാൻഡുകൾ വിശദീകരിച്ചു. KSTA ജില്ലാ ജോയിന്റ് സെക്രട്ടറി RP ബാബുരാജ് സ്വാഗതം ആശംസിച്ച പരിപാടിയിൽ ജില്ലാ പ്രസിഡന്റ് അജിത് ലോക്ക് അധ്യക്ഷത വഹിക്കുകയും ചെയ്തു. ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ വി അബ്ദുസിയാദ്, മുഹമ്മദ് ഷെരീഫ്, PD സന്തോഷ്, C ഹരിദാസ്, ബിന്ദു എന്നിവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ചു. ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം VM രേണുക നന്ദി അർപ്പിച്ചു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ നവീൻ S, ദിനേശ് TV, കാർത്തിയാനി KP, ഷനി, സുഹറ എന്നിവർ ധർണയ്ക്ക് നേതൃത്വം നൽകി. വെട്ടം ന്യൂസ്, തിരൂർ. പ്രൈം ടുഡേ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.